ദീപ്തി, പുലികളി ആരംഭിച്ചിരിക്കുന്നു. ടാബ്ലോകൾ ഓരോന്നായി അങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സർപ്രൈസുകളൊക്കെ ഓരോന്നായി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ജനങ്ങളിലേക്കൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ആരതി, ഇവിടെയാണോ വീട്? അതെ അതെ, ഇവിടെ അടുത്ത് തന്നെ. എത്ര കാലമായി പുലികളി കൂടുന്നു? ഇല്ല, ഞാനിപ്പോ ഒരു 4-5 വർഷമായിട്ട് വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതിനു മുന്നേ ചെറുപ്പത്തിലൊക്കെ വരുമായിരുന്നു അച്ഛന്റെ കൂടെ. പിന്നെ 3 കൊല്ലമായി ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ വന്നു തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 4-5 കൊല്ലമായിട്ട്. എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ പുറത്താണ്, തിരുവനന്തപുരത്താണ്. ഇപ്പൊ ലീവിന് വന്നതാണ്, ഓണത്തിന് ലീവിന് വന്നതാണ്. ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് വന്നതാണോ അതോ ഇപ്പം തിരിച്ചു പോവാൻ ഈ പുലികളി കഴിഞ്ഞിട്ട് ഇന്ന് പോണെന്ന് വിചാരിച്ചാണ്, പക്ഷെ പുലിക്കളി കണ്ടിട്ടേ പോണുള്ളൂ വിചാരിച്ചു എന്നതാണ്. അങ്ങനെയാണ്, ഇവിടെ ആവേശത്തിലാണ്. അതെ, നമുക്ക് തൃശ്ശൂർക്കാർക്ക് പുലിക്കളി എന്ന് പറഞ്ഞൊരു വികാരമാണല്ലോ. വികാരമാണ്. ഒരു നീട്ടി ഒരു ആർപ്പോ വിളിച്ചാലോ? പിന്നെന്താ വിളിക്കാലോ? ആർപ്പോ അതാണ്. ഇപ്പം ഒരാർപ്പോ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി ഇഷ്ടം പോലെ ആർപ്പോ ഉണ്ട്. ബാക്കില് 2 പേരെ കണ്ടായിരുന്നോ? ഹലോ, ഇത് അലാവുദ്ദീൻ. ഇതാണോ ഭൂതം? ഇതാണോ ഭൂതം കേട്ടോ. അതാണ് അത്ഭുത വിളക്ക്. ഇതിന്റെ അകത്തുനിന്ന് എപ്പോ ഇറങ്ങി? ഇപ്പൊ തന്നെ ഇറങ്ങിയുള്ളൂ. എന്താഗ്രഹമാണ് സാധിച്ചു കൊടുക്കണമെന്ന്. ഇത് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂതത്തിന്റെ ഇത് എവിടെ? ഈ തൃശ്ശൂർ ഭാഗത്താണോ? തൃശ്ശൂർ ഭാഗത്തല്ലേ, ഞാൻ കഷ്ടപ്പാടാണ്. അപ്പം എങ്ങനെയുണ്ട് ഈ പുറത്ത് വന്നിട്ട്? ഇപ്പം ചൂട് കുറച്ച് കൂടുതലാ. നമ്മുടെ മാവേലിയുടെ കൂടെ അതെ അതെ അതെ, പുലികളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആണല്ലേ? അതെ. അപ്പം അലാവുദ്ദീനും നമ്മുടെ ഭൂതവും ഏത് ദേശക്കാരുടെ കൂടെ? ഞങ്ങള് മൊത്തത്തിൽ എല്ലാവരും കൂടി തൃശ്ശൂരാരെ കൂടി ആണല്ലേ? അതെ. അപ്പൊ നമുക്കൊരു പാട്ടായാലോ? അലാവുദ്ദീനും ഭൂതവും കൂടെ പാടുവാന്നൊക്കെ പറഞ്ഞു. നല്ല അടിച്ചുപൊളി പാട്ട് പാടണം. നമുക്ക് 2 സ്റ്റെപ്പും കൂടെ കാന്താ ഞാനും വരാ തൃശ്ശൂർ പുലികളി കാണാ. പുലികളി എനിക്കൊന്ന് കാണണം കാന്താ. പുലികളി എനിക്കൊന്ന് കാണണം കാന്താ. പുലിയുടെ കൂടൊന്ന് ആടണം കാന്താ. പുലിയുടെ കൂടൊന്ന് ആടണം കാന്താ. കാന്താ ഞാനും വരാ തൃശ്ശൂർ പുലികളി കാണാൻ. കൊള്ളാം. തൃശ്ശൂർ വരുമ്പോ നമ്മൾ കേൾക്കാത്ത ഫ്രഷ് പാട്ടാണ്, ദേശീയ ഗാനമാ. അതെ, എന്തായാലും ആ പാട്ട് അടിപൊളിയായി. അതെ. അപ്പൊ ഇനിയിപ്പോ ഇവിടെ തന്നെ കാണും. ഇവനെ എങ്ങനെയാ പറഞ്ഞു വിടുവാണോ? നടക്കൂല മുതലാളി. നമ്മളെ വിറ്റുപോയാ? വിറ്റോ? അത് വിറ്റിട്ടാണ് പുലികൾക്ക് വാങ്ങിക്കൊടുത്ത ഭക്ഷണം? ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. അതെ, ഇതിന്റെ ചാർജ് കഴിഞ്ഞിരിക്കുക. അപ്പൊ ആലമ്പന് പേരില്ല. ഇതിലാണ് ചാർജ് മൊത്തം. ഇതേ തൊട്ടാ മാത്രമേ എല്ലാവരും സഹായിച്ചു. ചാർജ് കഴിഞ്ഞു, എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തിട്ടേ. ടെക്നോളജി ഒക്കെ വന്നു. ഭൂതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ ഇതുപോലെ, ഇവന്റെ ആഗ്രഹം ഇതുപോലെ. അപ്പൊ ഞാൻ അങ്ങനെ കൊള്ളാം. എന്തായാലും തർപ്പൻ. അപ്പം അലാവുദ്ദീനെയും ഭൂതത്തിനെയും കണ്ടതിൽ സന്തോഷം. അപ്പം ഓക്കെ, അപ്പം തകർക്കണം. ഏത് മൂഡ്? പൊള്ളി മൂഡ്. അപ്പൊ എങ്ങനെ ചേട്ടന്മാരെ, എങ്ങനെ നമുക്ക് നീട്ടിയൊരു പാട്ട് വേണ്ടേ? ഈ ഒരു വീലിനൊരു പാട്ട് വേണ്ടേ? രതീഷ് ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ. അപ്പൊ എത്ര കാലമായി പുലികളി കൂടുന്നു? ഒരു 10 വയസ്സ് മുതൽ. 10 വയസ്സ് മുതലാ? അപ്പം കണ്ട് തഴമ്പിച്ചല്ലേ? ഏത് ആണോ? എല്ലാ ദേശക്കാരുടെയും കൂടെ ആയിരിക്കും? എല്ലാ ദേശക്കാരും രാവിലെ തൊട്ട് പൂരമായാലും കൂടെ തന്നെ. അപ്പം ഇതുവരെ പുലിവേഷം കെട്ടണമെന്ന് തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ട്, പക്ഷെ വീട്ടുകാർ സമ്മതിക്കില്ല. വീട്ടുകാർ സമ്മതിച്ചില്ലേ? പക്ഷേ അതെന്താ? എന്നാലും ഒന്നും കൂടെ ഒന്ന് ചോദിക്കാം. അടുത്തവല്ലോട്ടെ. ഇനി ഇറങ്ങണം. പിന്നെ അതെ, വയറ് നിർബന്ധമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും, പക്ഷെ അതിന്റെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ ആനയ്ക്ക് ആ ഭംഗി കിട്ടില്ല. അതുപോലെ ആ വയറിന് ഭംഗി കിട്ടുമ്പോ അതിന്റെ ഒരു ഭംഗി വേറെ തന്നെ. എന്നാലും ആനയെ വിട്ട് കളിയില്ല. തൃശ്ശൂർക്കാർക്ക് ആനയെ വിട്ട് കളിയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ആനയാട്ടോ. അപ്പം എന്തായാലും പൊളി ചേട്ടാ, നമുക്ക് എന്തായാലും അടിപൊളിയാക്കണം. ഒക്കെ ആൾക്കാർ ഇങ്ങനെ കൂടി വരുവാ. പുലികളൊക്കെ ഇങ്ങനെ മടയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. തകർക്കണം. അപ്പൊ ഇവിടെ നമ്മുടെ കൂടെ ഒരു കുടുംബം. എന്താ മോന്റെ പേര്? അച്ഛന്റെ പേര് അജയൻ. ഇവിടെ തന്നെയാണോ സാർ? ഏങ്ങണ്ടിയൂർ കുറച്ചടുത്ത് തന്നെ. നമ്മുടെ അലാവുദ്ദീനും ഭൂതമൊക്കെ ഏങ്ങണ്ടിയൂർ. ഞങ്ങളുടെ അടുത്ത് തന്നെ. നിങ്ങളുടെ അടുത്ത് തന്നെയാണോ? ഉമാരൊന്ന് പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ഭൂതം കറങ്ങി നടക്കുക. നടക്കട്ടല്ലേ? പിള്ളേര് നടക്കട്ടെ. അപ്പൊ എന്താ മോടെ പേരെന്താ? നൈദ്രുവ. എന്താ അതിന്റെ അർത്ഥം? എന്താ? പാർവതി. പാർവതിക്ക് പറയുന്ന പര്യായമാണോ നൈദ്രുവ?
അപ്പം നല്ലൊരു പേര്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു പേര്, നൈദ്രുവ അല്ലേ? അപ്പൊ അതിന്റെ ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു. NAIDRUA. NAIDRUA. നൈദ്രുവ. കൊള്ളാം. മോന്റെ പേരെന്താ? താനിഷ് നൈദ്രുവേ. അപ്പൊ എത്രയല്ല പഠിക്കുന്നത്? 8ല്. അപ്പൊ ആദ്യത്തെ പുലികളിയാണ് കാണാൻ വരുന്നത്. രണ്ടാമത്തെ പുലികളിയാണ്. അപ്പൊ അതെന്താ അതിന് മുമ്പ് വരാൻ തോന്നിയില്ല? ഈ താനിഷിന്റെ പ്രായത്തിലൊന്നും വരാൻ തോന്നിയില്ല? താനിഷിന്റെ പ്രായത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ എത്രയല്ല? ഇപ്പൊ 8ല്. അപ്പൊ നേരത്തെ 6ലായിരുന്നു വന്നിരുന്നത്. 3-ലൊക്കെ പഠിക്കുന്ന സമയത്ത് വന്നത്. ഓ, അപ്പൊ അതിനുശേഷം ഇപ്പോഴാണോ വരുന്നത്? അതെന്താ? ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ്സായി പോയി. അതെന്താ മിസ്സാവാൻ കാരണം എന്താ? ഒരേ കാരണം കൊണ്ട് ഇതായി പോയതാണ്. ഇപ്പൊ അമ്മ വന്നിട്ടുണ്ട്, നമ്മുടെ കൂട്ടുകാരികൾ അവിടെ ഒക്കെ എല്ലാവരും ഉണ്ട്. പക്ഷെ അവർക്ക് ഇവിടെ വരാൻ പറ്റാത്തൊരവസ്ഥ. മോള് കണ്ടിട്ട് പാടുമെന്ന് തോന്നുന്നല്ലോ. ഞാൻ ഡാൻസ് കളിക്കും. നമുക്ക് ഞാൻ പാട്ട് പാടിയ ഡാൻസ് കളിക്കുമോ? ഏത് പാട്ട് വേണം? നല്ല അടിപൊളി പാട്ട് വേണം. ഏത് മൂടോ? അയ്യോ എന്റെ മോനെ, ഏത് മൂട് എനിക്കറിയത്തില്ല. എന്റെ മൂട് പോകും. ഗ്രൂപ്പ് ഉണ്ട്, തിരുവാതിര ഗ്രൂപ്പ് ഉണ്ട്. ശ്രീപാദ് എന്ന പേര് ഒരു കളിക്കുന്ന ഒരു ടീമാണ്. മോളും കളിക്കുന്ന ശ്രീപാദം ജൂനിയർ. അപ്പം എല്ലാവരും എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ കൊണ്ട് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ആഗ്രഹമുണ്ട്. പക്ഷെ കെട്ടിയിറങ്ങാൻ നമുക്ക് പറ്റാത്തൊരു കാരണം ഇവിടം കൊണ്ട് നമ്മൾ എന്തുണ്ടെങ്കിലും ആഘോഷം നമ്മൾ ആഘോഷമാക്കിയിരിക്കും. ഒരു ഡാൻസ് ഞാൻ വേണേ